നമസ്കാരം, എല്ലാവർക്കും ദേവിചന്ദ്രൻ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ചട്ടിക്കഥയാണ് കേട്ടോ. അക്ഷരമൊന്നും തെറ്റിയിട്ടില്ല, ചട്ടി. ഇതാണ് ഇന്നത്തെ നായകൻ. ഇത് വളരെ ആക്സിഡൻ്റൽ ആയിട്ടാണ് ഞാൻ ഈ ആളെ പരിചയപ്പെട്ടതും കണ്ടുമുട്ടിയതും. അതൊരു ചെറിയ കഥയാണ്. ആ കഥയിൽ നിന്ന് നമുക്ക് ഇന്നത്തെ കഥാപ്രസംഗം ആരംഭിക്കാം. അതായത് ഞങ്ങൾ കൊട്ടുവള്ളി എന്ന് പറഞ്ഞൊരു സ്ഥലം, നമ്മുടെ വരാപ്പുഴ കഴിഞ്ഞിട്ട് അവിടെ കഴിഞ്ഞ ദിവസം ഒരു ഫ്ലോറുണ്ട്. കിഷോറേട്ടൻ്റെ ഒക്കെ ഒരു ഫ്രണ്ട് മനോജ് എന്ന് പറഞ്ഞ ചേട്ടൻ്റെ ഒരു ഫ്ലോറിൽ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാം, അവരുടെ ഒരു ആൽബത്തിൻ്റെ ഷൂട്ടിനൊക്കെ വേണ്ടി ഞങ്ങൾ ചെന്നിരുന്നു. അവിടെ ചെന്ന് ഞങ്ങൾ വളരെ അവിചാരിതമായിട്ട് ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പുറത്തിറങ്ങി നോക്കിയപ്പോഴത്തേക്കും കുറേ ഇങ്ങനെ ചെടിച്ചട്ടികൾ പല കളേഴ്സിൽ കേട്ടോ, ഗ്രീന്, ബ്ലൂ, റെഡ്, സിൽവർ. അപ്പം ഞാൻ പറഞ്ഞു ഇതെന്ത് ചട്ടിക്ക് പെയിന്റ് അടിച്ചിരിക്കുകയായിരിക്കും, നോർമൽ ചെടിച്ചട്ടിക്ക് ചിലർ പെയിന്റ് അടിക്കുമല്ലോ, പെയിന്റ് അടിച്ച് വെച്ചിരിക്കുകയായിരിക്കും. അവർ കൊള്ളാലോ, ഈ ചട്ടിയുടെ കളറൊക്കെ രസമുണ്ടല്ലോ. അപ്പോൾ അവിടുത്തെ ആ മനോജ് എന്ന് പറഞ്ഞ ചേട്ടൻ പറഞ്ഞു, ഇത് പൊട്ടാത്ത ചട്ടിയാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അപ്പോൾ പ്ലാസ്റ്റിക് അല്ലേ? പ്ലാസ്റ്റിക് ഒന്നുമല്ല, ഇത് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പൊട്ടാത്ത, നമുക്ക് എത്ര വർഷം വാറണ്ടി ഉള്ള ചട്ടി. ഞാൻ പറഞ്ഞു ചുമ്മാ വെറുതെ നമ്മൾ പറയില്ലേ, ജോക്ക് പറയുന്നതായിരിക്കും എന്ന്. ചേട്ടൻ എന്താ ചെയ്തതെന്നറിയോ, ഇതുപോലത്തെ ഒരു ചട്ടി എടുത്തൊരു ഒറ്റ ഞാൻ പേടിച്ചു പോയി സത്യം പറഞ്ഞാൽ. ഞാൻ പറയോ എന്തിനാണ് ദേഷ്യം തീർക്കുന്നത്. എന്നിട്ട് ഈ ചട്ടിയുമേ ഇങ്ങനെ നിന്നിട്ട് കയറി അങ്ങ് നിന്ന്, ഒന്നും സംഭവിക്കില്ല കണ്ടോ. അപ്പൊ ഇത് പറഞ്ഞ വേണമെങ്കിൽ നമുക്കൊരു സ്റ്റൂളായിട്ട് ഉപയോഗിക്കാം, ചട്ടി മാത്രമല്ല ഇത് മൾട്ടി യൂട്ടിലിറ്റി ഒരു സാധനമാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇതിനെ പറ്റിയിട്ടൊന്ന് കൂടുതലായിട്ടൊന്ന് അന്വേഷിക്കാം എന്താണ് ഇതെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനിങ്ങനെ ചോദിച്ച്, ഇപ്പം ഇത് കാവേരി ബ്ലോ പോട്ട്സ്, അതാണ് ഇതിൻ്റെ പേര്. കാവേരി അവരുടെ ഇതിൻ്റെ ഒരു സ്ഥാപനത്തിൻ്റെ പേര് കാവേരി എന്നാണ്. ഇത് ശരിക്കും ഈ ഗവൺമെൻറ് ത്രൂ നമ്മുടെ കൃഷിഭവൻ വഴിക്ക് സബ്സിഡൈസ് ചെയ്ത് ഒരു സ്കീമിൽ ഇത് പെട്ടിരിക്കുകയാണ്. കാരണം പണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ റീസെൻ്റ്ലി പോലും ഗ്രോ ബാഗ്സ് ആയിരുന്നു അല്ലേ നമ്മൾ വെജിറ്റബിൾ കൃഷികൾക്കൊക്കെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഗ്രോ ബാഗ്സിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് ഡ്യൂറബിൾ അല്ല. കുറച്ച് മഴയും വെയിലൊക്കെ കൊണ്ടുവരുമ്പോൾ ആ ഗ്രോ ബാഗ് ഇങ്ങനെ നാശമായി പോകും. അപ്പോൾ അതുകൊണ്ട് പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞതിന് പോകുന്നത് എക്കോ ഫ്രണ്ട്ലി അല്ല. പ്ലാസ്റ്റിക്കിൻ്റെ ഈ വക്ക് നമുക്കിവിടെ സ്റ്റെയറിൽ ഇഷ്ടം പോലെ പ്ലാന്റ്സ് ഉണ്ട് പ്ലാസ്റ്റിക് പോട്ട്സിൽ ഇരിക്കുന്നത്. പക്ഷെ അത് കുറേ കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ അറ്റമൊക്കെ ദ്രവിച്ച് എടുക്കുമ്പോഴത്തേക്ക് പൊടിയായി പോകും. അപ്പോൾ അതും പ്രാക്ടിക്കൽ അല്ല. പിന്നെ നമുക്ക് മൺചട്ടി വാങ്ങിക്കാമെന്ന് വെച്ചാൽ ഭയങ്കര ഹെവിയാണ്. നമുക്ക് ഒരാളെ കൊണ്ട് എപ്പോഴും ട്രാൻസ്പോർട്ട് ചെയ്യുക, ലിഫ്റ്റ് ചെയ്യുക, പിന്നെ എവിടെയെങ്കിലും ചെറിയ തട്ടലോ മുട്ടലോ വീണാൽ പൊട്ടിയും പോവും. അപ്പോൾ അതൊന്നും ഫീസിബിൾ അല്ലാത്ത ഒരു സമയത്താണ് ഇങ്ങനത്തെ പോട്ട്സ്, ഇതെന്താ പോളി എത്തിലീൻ അങ്ങനെ എന്തോ ഒരു, ഞാൻ പറഞ്ഞ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പോൾ അങ്ങനത്തെ ഒരു പ്ലാസ്റ്റിക് ആണോ എന്ന് വെച്ചാൽ പ്ലാസ്റ്റിക് അല്ല, എന്നാൽ പ്ലാസ്റ്റിക് ആണോ എന്ന് വെച്ചാൽ പ്ലാസ്റ്റിക്കിൻ്റെ റോ മെറ്റീരിയൽസ് ഉണ്ട്. പക്ഷേ ഇത് എക്കോ ഫ്രണ്ട്ലി ആണ്, ബയോഡിഗ്രേഡബിൾ ആണ്, UV പ്രൊട്ടക്റ്റഡ് ആണ്. അതാണ് ഇത് ഇങ്ങനെ പിടിച്ച് ഇതിൻ്റെ വക്ക് വരികയോ ഒന്നും പൊട്ടില്ല എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഇപ്പം കൃഷിഭവൻ വഴിക്ക് ഇതൊരു സ്കീമിൽ അവൈലബിൾ ആണ്. വിത്ത് പോട്ട് ആൻഡ് ഒരു ഏതെങ്കിലും ഒരു പ്ലാന്റ് നമുക്ക് എന്താണ് എനിക്ക് തോന്നുന്നു 200 രൂപയാണ് അതിൻ്റെ MRP വരിക, റേറ്റ് വരിക. പക്ഷെ സബ്സിഡിക്ക് നമുക്ക് 50 രൂപ അടയ്ക്കുകയാണെങ്കിൽ ഈ 3 സാധനവും വിത്ത് മണ്ണ് ആൻഡ് ചെടി ആൻഡ് ദി സ്പോട്ട് കിട്ടും. അപ്പോൾ അതൊരു ഭയങ്കര കൗതുകമായിട്ട് തോന്നി. കാരണം എല്ലാവരിലേക്കും ഇത് എത്തണം. കാരണം എത്ര പേർക്ക് ഇത് അറിയാമെന്ന് എനിക്കറിയില്ല. അങ്ങനെ നമുക്ക് ഓരോ സെക്ടേഴ്സിലുമായിട്ട് കൃഷിഭവനിൽ ബന്ധപ്പെടുകയാണെങ്കിൽ നമുക്ക് ഇതുപോലത്തെ പോട്ട്സിൽ നമുക്ക് പ്ലാന്റ്സ് കിട്ടും. എനിക്ക് തോന്നുന്നു ഈ ഒരു സമയം അതിക്രമിച്ചിരിക്കുകയാണ്. കാരണം ചിലർ ഫ്ലാറ്റ്സിൽ താമസിക്കുന്ന ഒരുപാട് ഫ്രണ്ട്സ് എൻ്റെ അടുത്ത് പറയാറുണ്ട്, അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോൾ താൻ ഇത്രയും ചെടികളൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, നമുക്കൊന്നും സ്ഥലമില്ല. ഞാൻ പറഞ്ഞു ഇവിടെ സ്ഥലം ഉണ്ടായിട്ടല്ലേ, ഇവിടെ സത്യം പറഞ്ഞാൽ നിന്ന് തിരിയാൻ സ്ഥലമില്ലാത്ത സ്ഥലം. നമ്മൾ വ്ളോഗ്സിൽ കാണുന്നതാണ്. വളരെ കുഞ്ഞു ഫ്ലാറ്റാണ്, 1000 സ്ക്വയർ ഫീറ്റ് പോലും ഇല്ല നമ്മുടെ ഈ ഫ്ലാറ്റ്. പക്ഷെ അതിൽ ഇൻകോപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന, ഇപ്പം പച്ചക്കറി ചെടി തന്നെ വേണമെന്ന് നിർബന്ധമില്ല, എന്തോ ആയിക്കോട്ടെ, ഒരു മണി പ്ലാന്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ലക്കി ബാമ്പോ ആയിക്കോട്ടെ, ഒരു സ്നേക്ക് പ്ലാന്റ് ആയിക്കോട്ടെ, എന്തെങ്കിലും ഒരു ഗ്രീനറി, അതും ലൈവ് പ്ലാന്റ്സ് ഇരിക്കുന്നത് എപ്പോഴും നല്ലതാണെന്നാണ് എൻ്റെ ഒരു പക്ഷം. അപ്പം നമ്മുടെ സ്റ്റെപ്പിലൊക്കെ ഒരുപാട് പ്ലാന്റ്സ് ഇരിപ്പുണ്ട്. അപ്പോൾ ചിലതൊക്കെ മണ്ണിൻ്റെയാണ്, അതൊക്കെ ദ്രവിച്ച് നശിച്ച് നാറാണക്കല്ല് പിടിച്ചിരിക്കുക. അപ്പം ഞാൻ വിചാരിച്ചു ഇത്തവണ ഇതെല്ലാം ഒന്ന് റീപ്ലാന്റ് ചെയ്യാം അല്ലേ, നമുക്ക് കുറച്ച് എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് നടന്നാലോ. ഓക്കെ, കമോൺ, റീപ്ലാന്റിങ്ങിലേക്ക് കടക്കാം. അപ്പം അങ്ങനെ നമ്മളുടെ ഈ ഒരു മഹാമഹം നമ്മൾ ആരംഭിക്കാൻ പോവാണ്. ഇത് ഒറ്റയ്ക്ക് എന്നെ കൊണ്ട് എന്തായാലും പറ്റത്തില്ല. അപ്പം ഞാൻ നമ്മുടെ ഹരിയേയും കൂടെ കൂട്ടുപിടിക്കുകയാണ്. അതായത് ഈ ചട്ടികളൊക്കെ കണ്ടോ, ഇതിപ്പോൾ കുറേ ആയതാണ്. ഇത് കണ്ടോ, ഇതൊക്കെ പൊട്ടി ഇതിൻ്റെ ആകെ പരുവക്കേടായിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനത്തെ പ്ലാന്റ്സ് ഒക്കെയാണ് നമുക്ക് ഈ ഇതിനകത്തോട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ടത്. ട്രാൻസ്പ്ലാന്റ് എന്നൊക്കെ കുറച്ച് കരിയിലുകൾ ചവറ് ഇടാം. ഇതുണ്ടോ, ഇതിൻ്റെയൊക്കെ അവസ്ഥ ഇങ്ങനെയായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ ഈ ചട്ടികളെല്ലാം മാറ്റുകയാണ്.
ചെടി നന്നാക്കുക രാമനാണ് ഇതിന് വെള്ളമൊക്കെ കൊടുക്കുന്നത്. നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. കണ്ടോ, പുതിയ ചട്ടിയൊക്കെ മേടിച്ചു. കണ്ടോ ഇതാ ആപ്പിളുമായിട്ട് രാമൻ വന്ന്. പിന്നല്ല, അയ്യോ എൻ്റെ കൈ ചീത്തയാ. നമ്മുടെ ഈ ചട്ടിയുടെ ഒക്കെ അവസ്ഥ ദയനീയമായിരുന്നു. അപ്പോൾ ആ ചട്ടിയൊക്കെ മാറ്റി നമുക്ക് പിന്നെ ഇച്ചിരി മണ്ണിടണ്ടേ. ഈ മണ്ണിടാം. മതി 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 കഴിഞ്ഞു. ഇതാ അപ്പം നമ്മൾ മണ്ണിട്ട് ഇതാ ഇത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ ആ വേരിനെ ഒന്നും നമ്മൾ അധികം ഡിസ്റ്റർബ് ചെയ്തിട്ടില്ല. പക്ഷേ ബാക്കി മണ്ണിട്ട് നമ്മൾ ഇതാ ഫില്ല് ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടെ ബ്രീത്തിങ് സ്പേസ് കിട്ടും തോന്നുന്നു. എന്നിട്ട് ഇതിനകത്തിരുന്ന് പാവം ശ്വാസം മുട്ടുമായിരുന്നു. അങ്ങനെ നമുക്കിങ്ങനെ ഓരോ ട്രേസായിട്ട് മാറ്റി ട്രാൻസ്പ്ലാന്റ് ചെയ്യാം. ഓക്കെ, ട്രാൻസ്പോർട്ട് ചെയ്യാം. പോട്ട് വേറെ അല്ലേ, അപ്പം അങ്ങനെ കണ്ടോ. ഇതിനെയൊക്കെ നമുക്ക് ആരോഗ്യമില്ലാത്തതിനെല്ലാം നമ്മൾ വെട്ടിക്കളയും. കുറച്ചായി നമ്മളിങ്ങോട്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് അതിൻ്റെ ഒരു ആരോഗ്യവും വാട്ടക്കുറവുണ്ട്. കുഴപ്പമില്ല, ശരിയാവും. നമുക്ക് അടുത്തെടുക്കാം. അങ്ങനെ നമ്മൾ കുറേ മേടിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഓരോ ചെടികളായിട്ട് ഇതാ റീപോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അയ്യോ, ഇവിടെയൊക്കെ ഇനി രണ്ടാമത് അടിച്ചു വാരി തുടയ്ക്കേണ്ട അവസ്ഥയാണ്. ഇതും അങ്ങനെ സെറ്റായിട്ടുണ്ട്. നമുക്ക് വെള്ളം ഒഴിക്കണം, അതൊക്കെ നമുക്ക് ലാസ്റ്റ് ഒഴിക്കാം. അങ്ങനെ പൊട്ടിയ ചട്ടികളെല്ലാം നമ്മൾ ഓരോന്നായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുന്ന അവസരമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ചെളികളുണ്ട്. ചെളി നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് തന്നെ വയ്ക്കും. ഇപ്പോൾ ഭംഗിയായിരിക്കും കേട്ടോ, കളറും കൊള്ളാം. നമുക്ക് ഈസി ടു ഹാൻഡിലാണ്, നേച്ചർ ഫ്രണ്ട്ലി ആണ്. അതൊരു സന്തോഷം. ഇനി നമുക്ക് ഈ പൊട്ട ഇലകളെല്ലാം നമുക്ക് കട്ട് ചെയ്തങ്ങ് മാറ്റാം. ചീത്തയായ ഇലകളൊന്നും നമുക്ക് വേണ്ട. കാരണം ഇങ്ങനെ കേട് വന്ന ഇലകൾ നിന്ന് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഇലകൾക്ക് കൂടെ അത് അസുഖം വരും. ഇതാ അങ്ങനെ നമ്പർ 2 നമ്മൾ പ്ലാന്റ് ചെയ്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്പർ 2 അല്ല, 3 ആയി. അങ്ങനെ നല്ല അധ്വാനമുള്ള പണിയാട്ടോ, അല്ലാതെ പെട്ടെന്ന് നമുക്ക് സാധിക്കില്ല. ഉണ്ടോ, ചീത്ത ഡെഡ് ലീവ്സ് ഒക്കെ നമ്മൾ മുറിച്ച്. പക്ഷെ ഇതാ നോക്കി, ഒരു സംതൃപ്തിയില്ലേ. ഇത് നോക്കിയാൽ നമുക്ക് മനസ്സിലായി ഇതിനകത്തൊരു ലെയർ ഉണ്ട്, പുറത്ത് ഈ ഭയങ്കര കളേഴ്സും. ഈ കളേഴ്സ് ശരിക്കും ഫുഡ് ഗ്രേഡഡ് ആയിട്ടുള്ള കളേഴ്സാണ്. അതായത് നമുക്ക് എഡിബിൾ ആയിട്ടുള്ള കളേഴ്സ് നമ്മൾ ഭക്ഷണത്തിലൊക്കെ ചേർക്കുമല്ലോ, ഐസിങ്ങിനും അതിനൊക്കെ കേക്ക്സിനൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ എഡിബിൾ ആയിട്ടുള്ള ഫുഡ് ഗ്രേഡഡ് കളേഴ്സാണ് ഇവർ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിന് 2 ലെയേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഇത് UV പ്രൊട്ടക്റ്റഡ് ആണ്. UV പ്രൊട്ടക്ഷൻ ഉള്ള ഒരു ലെയറാണ് നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് യൂസർ ഫ്രണ്ട്ലി ആണ്, നേച്ചർ ഫ്രണ്ട്ലിയും കൂടെയാണ് കേട്ടോ. അപ്പോൾ അത് ഇതിനൊരു ആഡഡ് പ്രിവിലേജ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇത് എന്താ പറയുക, ഹൈ ഡെൻസിറ്റി പോളി എത്തിലിൻ എന്ന് പറഞ്ഞ ഒരു മേക്കാണ് ഇതിൻ്റെ ഒരു യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇത് ഒരു നല്ല ഗ്രോ ബാഗ്സിന് പകരമായിട്ട് നമുക്ക് ഇതിന് ഒരുപാട് കളേഴ്സ് ഉണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഞാൻ അതിൻ്റെ കളേഴ്സ് നിങ്ങൾക്ക് പറ്റിയാന്ന് കാണിച്ചു തരാം. ഇത് നമുക്ക് ഒരു പെയ്ഡ് പ്രൊമോഷൻ ഒന്നുമല്ല, പക്ഷെ ഇത് അറിഞ്ഞപ്പോൾ എനിക്കിത് എല്ലാവരിലേക്കും ഒന്ന് എത്തിക്കണം. ഇതാ കണ്ടോ, ഗ്രീൻ ഉണ്ട്, പിങ്ക് ഉണ്ട്, നമ്മുടെ ഇതാ ചെടിച്ചട്ടിയുടെ തന്നെ കളേഴ്സിലുള്ളതുണ്ട്, ഇതാ റെഡ് ഉണ്ട്. ഞാൻ എന്നിട്ട് മനോജേട്ടനോട് പറഞ്ഞിട്ട് ഇതാണിപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത്. അതുകൂടാതെ ഇതുണ്ട്, പിങ്ക് ഉണ്ട്, പിന്നെ സിൽവർ ഉണ്ട്. അങ്ങനെ ഒരുപാട് കളേഴ്സ് ഉണ്ട്, ഒരുപാട് സൈസിലുണ്ട്, ഒരുപാട് ഷേപ്പിലും ഉണ്ട്. അപ്പം നിങ്ങൾക്ക് റീറ്റെയിലിങ്ങും ഉണ്ട്, ഹോൾസെയിലിന് നമുക്ക് ഈ കൃഷിഭവൻ വഴിക്കും നമുക്കിത് മേടിക്കാവുന്നതാണ്. അപ്പം ഒരു നല്ല ഇനിഷ്യേറ്റീവായിട്ട് തോന്നി. കുറച്ച് പേരെങ്കിലും ഇതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് അതായത് ഇപ്പം ഞങ്ങൾ ഇത് കണ്ടോ, ചാണകപ്പൊടിയൊക്കെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് വല്ലപ്പോഴും ഒക്കെ ഒന്ന് ചാണകപ്പൊടി ഇട്ടിട്ട് ഇതിപ്പോൾ നമുക്ക് എന്താ പറയുക, പച്ചക്കറിയൊന്നും നമ്മൾ ഇത് ഇവിടെ വളർത്താറില്ല. കാരണം നമ്മൾ ഇവിടെ ഉണ്ടാവാറില്ല. പോയിട്ട് വരുമ്പോഴത്തേക്കും തക്കാളിയും വെണ്ടയ്ക്കൊക്കെ കരിഞ്ഞുണങ്ങി ഇങ്ങനെ ഇരിക്കേണ്ടല്ലോ എന്ന് വെച്ചിട്ട് സങ്കടം കൊണ്ടിട്ട് നമ്മൾ വളർത്താത്തതാണ്. ഇതൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് എപ്പോഴെങ്കിലും ഈ പറഞ്ഞ പോലെ നമ്മൾ പോകുമ്പോഴത്തേക്കും എന്തെങ്കിലും
വെള്ളത്തിൻ്റെ കുപ്പിയൊക്കെ മറിച്ചൊക്കെ വെച്ച് എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. ഇത് ഫ്ലവറിങ് പ്ലാന്റ്സ് ഒന്നും അല്ലാത്തത് കൊണ്ട് ഗ്രീൻ പ്ലാന്റ്സ് മാത്രമേ ഉള്ളൂ നമ്മൾ കൂടുതലും വെക്കുന്നത്. അല്ലാതെ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനത്തെ സ്കീമുകളൊക്കെ ഉണ്ടെന്ന് നമ്മളൊന്ന് അറിയിക്കണ്ടേ, നമ്മൾ അറിഞ്ഞ സ്ഥിതിക്ക് ഒന്ന് പറയണമല്ലോ എന്ന് വെച്ചിട്ട്. അപ്പം താങ്ക് യു മനോജ് ചേട്ടാ, ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ നമുക്ക് പറഞ്ഞു തന്നതിൽ. അപ്പം നിങ്ങൾക്കും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇനിഷ്യേറ്റീവ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ടെറസ് അങ്ങനെയുള്ള ഗാർഡൻസ് ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒരു 10 ചട്ടി വെച്ച് മേടിച്ചാൽ നമുക്കും അതൊരു നല്ല കാര്യമല്ലേ, നമ്മുടെ പ്ലാനറ്റിനും നല്ല കാര്യമാണ്. അപ്പം ഗോ ഗ്രീൻ, എല്ലാവർക്കും അങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് ചെയ്യാൻ തോന്നട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ബാക്കി പരിപാടിയിലേക്ക് കടക്കട്ടെ, വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ബൈ 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 ബൈ. ഒരു ചെടിയെങ്കിലും വെക്കണേ പ്ലീസ്.